ലോകത്ത് വധശിക്ഷകൾ പല രീതിയിലാണ് നടപ്പിലാക്കുക. ക്രൂരന്മാരായ കുറ്റവാളികൾക്കാണ് ആധുനിക ലോകം വധശിക്ഷ നൽകുന്നത്. ഏകാധിപതികൾ ശത്രുക്കൾക്ക് മാത്രമല്ല, തന്റെ അധികാരത്തിന് ഭീഷണിയാകുന്ന മിത്രങ്ങളെപ്പോലും വധശിക്ഷയ്ക്ക് വിധേയമാക്കാറുണ്ട്. ഏകാധിപതികളുടെ ഏറ്റവും വലിയ ആയുധമാണ് വധശിക്ഷ. പ്രാചീന കാലത്ത് ഗില്ലറ്റിൻ പ്രയോഗമുണ്ടായിരുന്നു. ഗില്ലറ്റിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഉപകരണമാണ്. വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഒരു വലിയ ഉപകരണം. ഒരു വലിയ ബ്ലേഡാണ് അതിന്റെ പ്രധാന ഭാഗം. താഴെ വധശിക്ഷ വിധേയനാക്കേണ്ട ആളിനെ കിടത്തുന്നു. അതിലേക്ക് ആ വാൾ വന്ന് വീഴുന്നു. അയാളുടെ തല വെട്ടിമാറ്റപ്പെടുന്നു. പട്ടിണിക്കിട്ട് കൊന്ന സാഡിസ്റ്റുകളായ ഏകാധിപതികളും ഉണ്ടായിരുന്നു. ഹിറ്റ്ലറെ പോലെ, മുസോളിനിയെ പോലെ. വിഷം കൊടുത്തും കഴുത്തറത്തുമൊക്കെ വധശിക്ഷകൾ ലോകത്ത് പല രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൂക്കിക്കൊലയും. വിഷം കുത്തിവെച്ച് കൊല്ലുക, ഷോക്കടിപ്പിച്ചു കൊല്ലുക തുടങ്ങിയുള്ള മാർഗങ്ങളാണ് പല ആധുനിക രാജ്യങ്ങളും ഇന്ന് നടപ്പിലാക്കുന്നത്. വെടിവെച്ച് കൊല്ലാറുമുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങൾ വാളുകൊണ്ട് തലയറുത്ത് വധശിക്ഷ നടപ്പിലാക്കാറുണ്ട്. ഇത്തരം വധശിക്ഷകൾക്ക് മരണം ഉറപ്പാക്കാൻ നിമിഷങ്ങൾ മാത്രം മതി. എന്നാൽ തൂക്കിക്കൊലയ്ക്ക് മരണം ഉറപ്പാക്കാൻ ഏകദേശം 40 മിനിറ്റോളം വേണ്ടിവരും. ഇത് വളരെ പ്രാകൃതവും പ്രാചീനവുമാണ് എന്നുള്ള വാദമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന വധശിക്ഷ തൂക്കിക്കൊല്ലുകയാണ്. വധശിക്ഷ നടപ്പിലാക്കാൻ തൂക്കുമരത്തിന് പകരം മറ്റേതെങ്കിലും മാർഗം ഉപയോഗിക്കണമെന്ന ഹർജി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നു. തൂക്കിക്കൊല പ്രാകൃതവും ക്രൂരവും മനുഷ്യത്വരഹിതവുമെന്നാണ് ഹർജിയിലെ വാദം. പെട്ടെന്ന് മരണം സംഭവിക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഹർജി നൽകിയ അഡ്വക്കേറ്റ് ഋഷി മൽഹോത്രയുടെ ആവശ്യം. തൂക്കിക്കൊല്ലുന്നത് ആരാച്ചർക്കും കണ്ടു നിൽക്കുന്നവർക്കും മാനസികാഘാതമുണ്ടാകും എന്നും ഹർജിയിൽ പറയുന്നുണ്ട്. വധശിക്ഷയ്ക്ക് പറ്റിയ മികച്ച മാർഗങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൂക്കിക്കൊല ക്രൂരവും പ്രാകൃതവും മനുഷ്യത്വരഹിതവുമെന്നാണ് ഹർജിയിലെ ഒരാരോപണം.